ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 19. വയതഫാവതു റുതബുഹു ഐ റുതബ സഹീഹി. സഹീഹുൽ ലിദാത്തിന്റെ മർത്തബകൾ വ്യത്യാസമാകും. ഉയർന്ന മർത്തബ, താഴ്ന്ന മർത്തബ എന്ന നിലയ്ക്ക് അതിൻ്റെ മർത്തബകൾ ഏറ്റ വ്യത്യാസമാകും. അതങ്ങനെ എന്തുകൊണ്ട്? ബിസബബി തഫാവുതി ഹാദിഹിൽ ഔസാഫി. ഈ പറഞ്ഞ സഹീഹുൽ ലിദാത്തിന് പറഞ്ഞ സിഫാത്തുകൾ ഉണ്ടല്ലോ, നഖലി അദിലിൻ താമിൽ ലബ്തി മുത്തസിലി സനദി എന്നൊക്കെ പറഞ്ഞല്ല, ആ അദാലത്ത് ലബ്ത് പോലുള്ള സിഫത്തുകളാൽ ആ സിഫത്തുകളുടെ ഏറ്റ വ്യത്യാസത്തിന്റെ കാരണം കൊണ്ട് ഈ സഹീഹിന്റെ മർത്തബയും വ്യത്യാസമാകും. എങ്ങനത്തെ ഔസാഫ്? അൽ മുഖ്തലിയത്തി ലിത്തസ്ഹീഹി, അത് തസ്ഹീഹിനെ, ഹദീസ് സഹീഹാകുന്നതിനെ തേടുന്നതായ ഔസാഫ്. സഹീഹുൽ ലിദാത്താകണമെങ്കിൽ ആ ഔസാഫുകൾ വേണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ ഔസാഫുകളുടെ വ്യത്യാസം കാരണം കൊണ്ട്. എന്തിലുള്ള വ്യത്യാസം? ഫിൽ ഖുവ്വത്തി, ആ സിഫത്തിന്റെ ഖുവ്വത്തുകളിലുള്ള വ്യത്യാസം. ആ ഖുവ്വത്ത് എന്നുള്ളതിന്റെ താലിക്ക് ഈ മസ്തറായ ബിസബബി തവാഫുത്തിൻ എന്നുള്ള തവാഫുത്തി എന്ന ആ മസ്തറിലേക്ക്, തഫാവുത്തിലേക്കാണ് അതിന്റെ താലിക്ക്. അപ്പോ ഖുവ്വത്തിലുള്ള തഫാവുത്ത്, സിഫത്തിന്റെ ഖുവ്വത്തിലുള്ള, റിപ്പോർട്ട് ചെയ്യുന്ന റാവിയുടെ അദാലത്തുൽ ലബ്ത്തിന്റെയും ഖുവ്വത്ത് നോക്കുമ്പോൾ ആ ഖുവ്വത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് അതിന്റെ കാരണം കൊണ്ട് സഹീഹിന്റെ മർത്തബയും വ്യത്യാസമായി വരും. ഉയർന്ന മർത്തബയിലുള്ള സനദ്, താഴ്ന്ന മർത്തബയിലുള്ള സനദ്, അങ്ങനെ വ്യത്യാസമായി വരും. ഫഇന്നഹ, കാരണം ഇങ്ങനെ വ്യത്യാസമാകും എന്നതിന് ദലീലായിട്ട് പറയുകയാണ്. കാരണം ആ സിഫാത്തുകൾ ലമ്മാ കാനത്ത് മുഫീദത്തൻ ലി ഗലബത്തി ലന്നി, ആ സിഫാത്തുകളായപ്പോൾ എന്ത്? മുഫീദത്തൻ ലി ഗലബത്തി ലന്നി, ലന്ന് മികക്കലിനെ ഫായിദപ്പിക്കുന്നതായപ്പോൾ. ഗലബത്തുൽ ലന്നിനെ, എങ്ങനത്തെ ഗലബത്തുൽ ലന്ന്? അല്ലദീ, ആ ഗലബത്തുൽ ലന്ന് അലൈഹി, അതിന്മേലാണ്, മദാറു സിഹത്തി, സിഹത്തിന്റെ മദാറ് അതിന്മേലാണ്. അപ്പോ ഈ അതില് അദാലത്ത് ലബ്ത്ത് പോലെയുള്ള സിഫത്തുകൾ ഇപ്പോ വലബത്തുൽ മന്നിനെ ഫായിദ വെപ്പിക്കുന്നതാണ്. ആ വലബത്തുൽ മന്ന് ഉണ്ടാകുമ്പോൾ അതാണ് ആ ഹദീസ് സഹീഹാനുള്ള മാനദണ്ഡം. അപ്പൊ ആ മാനദണ്ഡം ഉള്ള വലബത്തുൽ മന്ന്, ആ വലബത്തുൽ മന്നിനെ ഫായിദ വെപ്പിക്കുന്നതായപ്പോൾ ഈ സിഫത്തുകൾ ഇഖ്തലത്ത്, അപ്പോൾ ആ സിഫത്ത് തേടി, ആ സിഫത്തുകൾ തേടി, എന്തിനെ തേടി? അൻ യകൂന ലഹാ, ആ സിഫാത്തുകൾക്കുണ്ടാകൽ, അല്ലെങ്കിൽ ആ സിഹത്തിന് ഉണ്ടാകൽ. എന്ത് ഉണ്ടാകൽ? ദറജാത്തുൻ, ദറജകൾ ഉണ്ടാകലിനെ തേടി. ബഅ്ലുഹ, ആ ദറജകളിൽ ബഅ്ല് ഫൗഖ ബഅ്ലിൻ, ചിലതിന്റെ മുകളിലാണ്. അപ്പോ ഒന്നിന്റെ മുകളിലായ നിലയ്ക്ക് ദറജകൾ ഉണ്ടാകലിനെ തേടി. ബിഹസ്ബിൽ ഉമൂരിൽ മുഖവിയ്യത്തി, ഈ ഖുവ്വത്ത് കൊടുക്കുന്ന കാര്യങ്ങളുടെ നിലയനുസരിച്ച്, ആ ഔസാഫുകൾക്ക്, ആ ഔസാഫുകളിൽ നിന്ന് എന്താണ് ഖുവ്വത്ത് കൊടുക്കുന്ന
നേരത്തെ നമ്മൾ പറഞ്ഞ ഖുവ്വത്തിലുള്ള തഫാവുത്ത് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ മഖ്വിയത്തായ ഉമൂറുകളുടെ കാരണം കൊണ്ട് ഇത് ദറജകൾ എന്ത് ചെയ്യുമോ, ദറജകളാകലിനെ തേടി. എന്ന് പറഞ്ഞാൽ ഈ ഔസാഫുകളുടെ മർത്തബകൾ ഏറ്റവ്യത്യാസമാകും. അതിൻ്റെ ഈ സിഫാത്തുകളുടെ മഅലൂല് അഥവാ വലബത്തുൽ ലന്ന് എന്നുള്ള ആ വലബത്തുൽ ലന്നിൻ്റെ മർത്തബകൾ വ്യത്യാസമാകുന്നതിനനുസരിച്ച് ഈ ഔസാഫുകളുടെ മർത്തബയും വ്യത്യാസമാകും. ഈ ഔസാഫുകൾ ഇപ്പോൾ വലബത്തുൽ ലന്നിനെ ഫായിദ വെപ്പിക്കുമെന്നാണല്ലോ പറഞ്ഞത് അഖ്ബാറിൽ. അപ്പോ ആ വലബത്തുൽ ലന്ന് തന്നെ മറാത്തിബകളുണ്ട്, മുത്തഫാവിത്തായ മർത്തബകൾ അതിനുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഔസാഫുകൾക്കും എന്തുണ്ടാകും, ആ തഫാവുത്ത് ഉണ്ടാകും, മർത്തബകൾ ഉണ്ടാകും, മുത്തഫാവിത്തായ മർത്തബകൾ ഉണ്ടാകും എന്നാണ് ഇപ്പം ഇവിടെ പറഞ്ഞത്. ലമ്മാകാനത്ത് മുഫീദത്തല്ലി വലബത്തുൽ ലന്നി എന്ന് പറഞ്ഞപ്പോഴേ ആ വലബത്തുൽ ലന്ന് ഇപ്പോൾ എല്ലാ സഹീഹിൽ നിന്ന് ഒരേ വലബത്തുൽ ലന്ന് അല്ലല്ലോ കിട്ടുക. അപ്പോൾ ആ വലബത്തുൽ ലന്നിന് വ്യത്യാസം ഉണ്ടാകും. അതിനനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാകുന്ന പോലെ അതിൻ്റെ ഔസാഫുകൾക്ക് എന്ത് ചെയ്യും, വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഒരു റാവിയുടെ അദാലത്തും ദബത്തും ആ അദാലത്തും ദബത്തും നോക്കുമ്പോൾ കിട്ടുന്ന വലബത്തുൽ ലന്ന് മറ്റൊരു റാവിയുടെ അദാലത്തും ദബത്തും നോക്കുമ്പോൾ അത്ര വലബത്തുൽ ലന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് ഈ ഔസാഫുകളുടെയും വലബത്തുൽ ലന്നിൻ്റെ മറാത്തിബുകൾ വ്യത്യാസമാകുന്നത് പോലെ ഈ ഔസാഫുകളുടെ മർത്തബകളും അപ്പം വ്യത്യാസമാകും എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് സഹീഹ് എന്ത് ചെയ്യും, അതിൻ്റെ സഹീഹിൻ്റെ മർത്തബകൾ വ്യത്യാസമാകും എന്നാണ് ഇപ്പോൾ മുസന്നിഫ് പറയുന്നത്. അപ്പോൾ ഇതാ കാന കദാലിക, കാര്യം അങ്ങനെയാണ് ആയാൽ, എങ്ങനെ സഹീഹിൻ്റെ മർത്തബകൾ വ്യത്യാസമാകുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആയാൽ ഫമാ യകൂനു റുവാത്തുഹു, അപ്പോൾ ഒരു ഹദീസ് യകൂനു റുവാത്തുഹു ആ ഹദീസിൻ്റെ റാവികളാകും ഫി ദർജത്തുൽ ഉല്യ, അവർ ഉന്നതമായ ഉയർന്ന ദർജയിലുള്ള റാവികളാകും. അങ്ങനത്തെ ഒരു ഹദീസ് ഉയർന്ന ദർജയിൽ എങ്ങനെ, മിനൽ അദാലത്തി വൽ ലബ്തി, അദാലത്തിനാലും ലബ്തിനാലും ഉയർന്ന ദർജയിലുള്ള റാവികളാണ്. വസായിരി സിഫാത്തില്ലത്തി തൂജിബി തർജീഹ, തർജീഹിനെ നിർബന്ധമാക്കുന്ന മറ്റു സിഫത്തുകളാലും. അപ്പോൾ ഈ സിഫത്തുകളിലൊക്കെ ഉന്നതമായ ദർജയിലുള്ള റാവികളാണ് ഹദീസിൻ്റെ റാവികൾ. അങ്ങനത്തെ ഒരു ഹദീസ് കാന അസഹ, അത് ഏറ്റവും സഹീഹായ ഹദീസാകും. മിമ്മാ ദൂനഹു, അതിൻ്റെ താഴെയുള്ളതിനേക്കാൾ ഏറ്റവും അസഹായതാകും. ഇതാണിപ്പോൾ ഈ സഹീഹിൻ്റെ മർത്തബ തഫാവുത്താകുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇതാണ് കാര്യം. അങ്ങനെ ആയപ്പോൾ ഇങ്ങനെയാണ് ഒരു ഹദീസ് അതിൻ്റെ റാവികൾ ഉന്നതമായ ദർജയിലുള്ളവരാകുമ്പോൾ മറ്റുള്ള അവരെക്കാളും ദർജയിൽ താഴെയുള്ളവർ റിപ്പോർട്ട് ചെയ്ത ഹദീസിനേക്കാളും ഏറ്റവും അസഹായ ഹദീസായിട്ട് ഇത് മാറും എന്നാണ് ആ പറഞ്ഞത്. ഫമിനൽ മർത്തബത്തിൽ ഉല്യ ഫീ ദാലിക, അങ്ങനെ ആ സനദിൽ ഉന്നതമായ മർത്തബയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ മർത്തബയിൽ നിന്ന് ചിലതിൽപ്പെട്ടതാണ് എന്ത്, മാ അത്ലഖ അലൈഹി, മാ ഒരു ഹദീസ്, അത്ലഖ അലൈഹി അല്ലെങ്കിൽ ഒരു സനദ്, അത്ലഖ അലൈഹി ആ സനദിന്റെ മേൽ ഇത്ലാഖൻ പറഞ്ഞു, ബഅദുൽ അഇമ്മത്തി അഇമ്മത്തിൽ നിന്ന് ചിലർ ആ സനദിന്റെ മേൽ അവർ ഇത്ലാഖാക്കി, അന്നഹു അസഹുൽ അസാനീദി,
അത് അസഹുൽ അസാനീദാണ് എന്ന് ചില സനദുകളെ സംബന്ധിച്ച് പിന്നെ ചില അയിമ്മത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഒന്ന് ഈ പിന്നെ ഉന്നതമായ മർത്തബയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതേതുപോലെ ആ സനദുകൾ 2-3 സനദുകൾ അവിടെ പറയുന്നുണ്ട്. ഏതുപോലെ കസ്സുഹരി അൻ സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അംറിൻ അൻ അബീഹി. ആ സനദ് പോലെ ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് സാലിം എന്നവരെ തൊട്ട് സുഹരി എന്നവർ. ഇതിപ്പോ ഒരു ഉയർന്ന റുതുബയിലുള്ള മർത്തബയിലുള്ള ഒരു സനദാണ്. പിന്നെ ബഅദുൽ അഇമ്മത്ത് അസഹുൽ അസാനീദ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണത്. പിന്നെ അതുപോലെ തന്നെ വക്ക മുഹമ്മദ് ബിൻ സീരീൻ അൻ ഉബൈദത്ത് ബിൻ അംറിൻ അൻ അലിയിൻ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു തൊട്ട് ഉബൈദത്ത് ബിൻ അംർ അവരെ തൊട്ട് ഇബ്നു സീരീൻ, താബിഈ മശഹൂറായ ഇബ്നു സീരീൻ എന്ന് പറയും റിപ്പോർട്ട് ചെയ്ത ഈ സനദ് എന്താണ്? ആ ഉയർന്ന റുതുബയിൽപ്പെട്ടതാണ്. പിന്നെ അതുപോലെ വക ഇബ്രാഹിമിൻ നഖീ അൻ അൽഖമത അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് എന്നവരെ തൊട്ട് അൽഖമ എന്നവരെ തൊട്ട് ഇബ്രാഹിം നഖീ എന്നവർ. ഇപ്പൊ ഇവിടെ 3 സനദുകൾ പറഞ്ഞു. അതില് ഒന്നാമത്തെ സനദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നത്. രണ്ടാമത്തെ ആരിലേക്കാണ്? ഇബ്നു മസ്ഊദ് തങ്ങളിലേക്ക് എത്തുന്നത്. രണ്ടാമത്തത് അലി റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നത്. മൂന്നാമത്തത് ഇബ്നു മസ്ഊദ് തങ്ങളിലേക്ക് എത്തുന്നത്. ഇങ്ങനെ 3 സഹാബത്തിലേക്ക് എത്തുന്ന സനദാണ് ഇപ്പം പറഞ്ഞത്. ഇതൊക്കെ അസഹുൽ അസാനീദിന്റെ ഗണത്തിൽപ്പെട്ട പിന്നെ സനദുകളാണ്. അപ്പൊ ഇത് ഉയർന്ന റുതുബയിലുള്ള കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഹദീസുകളുടെ പിന്നെ ഈ സനദുകളിലുള്ള റാവികളുടെ സിഫാത്തുകൾ, ആ സിഫാത്തുകളുടെ മർത്തബയ്ക്കനുസരിച്ച് അതിന് ഉയർന്ന മർത്തബയിലേക്ക് ആ സനദെത്തി എന്നതാണ്. പിന്നെ വദൂനഹ, ഇനി അതിന് താഴെയുള്ള മർത്തബയിൽ പിന്നെ അതിന് താഴെയുള്ളതിൽപ്പെട്ടതാണ്. റിവായത്തി ബുറൈദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബി ബുറൈദത്ത അൻ ജദ്ദിഹി അൻ അബീഹി അബി മൂസ അബി മൂസ എന്നുള്ളത് അബീഹി എന്നുള്ളത് ബദല്. ഈ സനദ്
മറ്റേ സനദിന്റെ മേൽ പറഞ്ഞ സനദിന്റെ താഴെയുള്ള മർത്തബയിലുള്ള. അതുപോലെ തന്നെ വക്ക ഹമ്മാദ് ഇബ്നു സലമത്ത അൻ സാബിത്തിൻ അൻ അനസിൻ എന്ന് മറ്റൊരു സനദ്. അപ്പൊ ഇതൊക്കെ ആദ്യം പറഞ്ഞ മർത്തബയുടെ താഴെയുള്ള മർത്തബയിലുള്ള സനദാണ്. ഇനി ദൂനഹാബ് റുത്തുബത്തി അതിന് താഴെയുള്ള മർത്തബയിലുള്ളതാണ് കസുഹൈൽ ഇബ്നു അബി സ്വാലിഹിൻ അൻ അബീഹി അൻ അബി ഹുറൈറത്ത. അതുപോലെ വക്കൽ അലാ ഇബ്നു അബ്ദുറഹ്മാൻ അൻ അബീഹി അൻ അബി ഹുറൈറ. ഈ പറഞ്ഞ സനദ് ഇവിടെ ഇപ്പം 3 മർത്തബയിലുള്ള സനദ് പറഞ്ഞു. ഒന്ന് ഉയർന്ന മർത്തബയിൽ, പിന്നെ അതിന്റെ താഴെയിലുള്ള, പിന്നെ അതിന്റെ താഴെയുള്ള. എന്നിട്ട് പറയാം അപ്പൊ ഇന്നൽ ജമീഅ ഈ പറഞ്ഞ സനദുകൾ മുഴുവനും അല്ലെങ്കിൽ അതിൽ പറയപ്പെട്ട റാവികൾ അവർ മുഴുവനും യശ്മലുഹും അവരെ മുഴുവനും ഷാമിലാക്കുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട് ഇസ്മുൽ അദാലത്തി വൽ ലബ്തി. അദാലത്ത് ലബ്ത്ത് അതിന്റെ ഇസ്മ് അവരുടെ മേൽ ഷാമിലാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ അതിലാണെന്ന് അവരുടെ മേൽ പറയൽ സാദിഖാവും. യസ്തുഖു അലൈഹിം അന്നഹും അദിലുൻ അതിലാണെന്ന് പറയാൻ സാദിഖാകുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ് അവരെല്ലാം. അദാലത്തും ലബ്ത്തിന്റെയും ഇസ്മ് അവരിൽ ഷാമിലാകും. നമ്മൾ സഹീഹിന്റെ അതിൽ പരിഗണിക്കപ്പെടുന്ന ലബ്ത്തുണ്ടല്ലോ, ആ ലബ്ത്തും അദാലത്തും ഒക്കെ. പക്ഷേ ഇതെല്ലാം ഷാമിലാകുമെങ്കിലും ഇല്ല അന്ന ഫിൽ മർത്തബത്തിൽ ഊല ഒന്നാം മർത്തബയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാം മർത്തബ അസഹിൽ അസാനീദിന്റെ അവിടെ പറഞ്ഞിട്ട് ഒന്നാം മർത്തബ പറഞ്ഞല്ലോ. ആ മർത്തബയിൽ ഉള്ള ഈ റുവാത്തുകളുടെ ഈ സിഫാത്തുകൾ അത് മിന സിഫാത്തിൽ ഒന്നാമത്തെ ഇല്ല അന്ന ഫിൽ മർത്തബത്തിൽ ഊല ഒന്നാം മർത്തബയിലുണ്ട് മിന സിഫാത്തിൽ മുറജ്ജിഹത്തി റാജിഹാക്കുന്ന സിഫത്തുകളാൽ എന്തുണ്ട് മാ യഖ്തദി തഖ്ദീമ റിവായത്തിഹിം അവരുടെ റിവായത്തിനെ മുന്തിക്കലിനെ തേടുന്നതായ ഒന്ന് അവരുടെ ആ സിഫാത്തുകളിലുണ്ട്. അതുകൊണ്ടാണ് അത് ഒന്നാം മർത്തബയിൽ പെട്ടത്. എന്തിനേക്കാൾ അലല്ലത്തി തരീഹ അതിന്റെ താഴെയുള്ള തബക്കയിലുള്ള ആളുകളുടെ സിഫാത്തുകളെക്കാൾ ഇതിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള തബക്കയിലുള്ള സനദിനെ മുന്തിക്കുന്നതിനേക്കാൾ ഇതിനെ മുന്തിക്കുന്ന തേടുന്ന റാജിഹായ സിഫാത്തുകൾ അതിലുണ്ട് എന്നതൊഴിച്ചാൽ അദാലത്തും ലബ്ത്തും എല്ലാം ഇവരെല്ലാവരും ആദിലാണെന്ന് പറയാം. പക്ഷേ അതിൽ നിന്ന് ഈ ഒന്നാം മർത്തബയിൽ പറഞ്ഞവരിലുള്ള സിഫാത്തുകൾ അതിനെ മുന്തിക്കലിനെ തേടുന്ന സിഫാത്തുകൾ അവരിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ അതിൽ ലബ്ത്തിന് എന്താ ഉണ്ടാവും, കുറച്ച് കൂടുതൽ കൂവത്തുണ്ടാവും. അതുകൊണ്ട് ഉണ്ടാവും വഫില്ലത്തി തരീഹ അതിന് താഴെയുള്ള മർത്തബയിൽ ഉണ്ട് മീൻ കൂവത്തിൽ ലബ്ത്തിന്റെ കൂവത്തിനാൽ മാ യഖ്തദി തഖ്ദീമഹ ആ രണ്ടാം മർത്തബയിലുള്ളതിനെ മുന്തിക്കലിനെ തേടുന്നതൊന്നുണ്ട്. അല സാലിസത്തി മൂന്നാം മർത്തബയിലുള്ളതിനേക്കാൾ അതിനെ മുന്തിക്കലിനെ തേടുന്ന സിഫാത്തുകൾ അതിലുണ്ട്. വഹിയ അതേപോലെ തന്നെ വഹിയ ഈ മൂന്നാം മർത്തബ അത് മുഖദ്ദമുൻ അലാ റിവായത്തി മൻ ആ മൂന്നാം മർത്തബ എന്താണ്, അത് ആ സനദുകളെ മുന്തിക്കപ്പെടുന്നതാണ്. അലാ റിവായത്തി മൻ ഒരുത്തരുടെ റിവായത്തിനേക്കാൾ അതിനെ മുന്തിക്കപ്പെടുന്നതാണ്. എങ്ങനത്തെ ഒരുത്തരാണ് യുഅദ്ദു മാ ഒരു ഹദീസിനെ എണ്ണപ്പെടും യതഫറദു ബിഹി ആ ഹദീസ് കൊണ്ട് ആള് തനിക്കും അങ്ങനത്തെ ഹദീസിനെ എണ്ണപ്പെടും ഹുവ ഹസനൻ അത് ഹസനായിട്ട് എണ്ണപ്പെടും. അപ്പൊ ഹദീസ് ഹസനായിട്ട് എണ്ണപ്പെടുന്ന ഒരുത്തരുടെ റിവായത്തുകളെക്കാൾ ഈ മൂന്നാമത്തെ റുതുബയിലുള്ള ഇസ്നാദിനെ എന്ത് ചെയ്യും, അതിനെ മുന്തിക്കപ്പെടും. അതേപോലെ ഈ ഹസനായിട്ട് എണ്ണപ്പെടുന്നത് കം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൻ ആസിമി ഇബ്നു ഉമറ അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഈ സനദ് പോലെ. അതുപോലെ തന്നെ വ അംരി ബിൻ ശുഐബിൻ അൻ നബീഹി അൻ ജദ്ദിഹി ഈ സനദ് പോലെ.
ഈ സനദുകളൊക്കെ ഇപ്പം എന്താണ്? ഹസനായ സനദുകളാണ്. ഹദീസിനെ ഹസനായിട്ട് എണ്ണുന്ന പിന്നെ ഇതിലുള്ള സനദുകളാണ്. അവ അതിനെ എന്ത് ചെയ്യും? അതിനേക്കാൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ റുത്ബയിൽ പറഞ്ഞ ഇതിനെ മുന്തിക്കും. വഖിസ് അല ഹാദിഹിൽ മറാത്തിബി, ഈ പറഞ്ഞ ഉയർന്ന മർത്തബ, മധ്യനിലക്കുള്ള മർത്തബ, അതുപോലെ താഴ്ന്ന മർത്തബ, ഈ 3 മർത്തബ ഇപ്പോൾ പറഞ്ഞല്ലോ. ഈ മർത്തബകളുടെ മേൽ നീ ഖിയാസ് ആക്കിക്കോ. മാ ഒന്നിനെ ഖിയാസ് ആക്കിക്കോ. യഷ്ബഹ, ആ ഒന്നിനോട് സാദൃശ്യമാകും. സിഫാത്തിൽ മുറജ്ജിഹത്തി, റാജിഹാക്കുന്ന സിഫത്തുകളിൽ ഇതിനോട് സാദൃശ്യമാകുന്ന ഒന്നിനെ നീ ഖിയാസ് ആക്കിക്കോ. പിന്നെ അവിടെ അതിനോട് സാദൃശ്യമാകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഇത്തിഫാഖ് ഷെയ്ഖൈനി ഇത്തിഫാഖ് ആയതിനെ എന്ത് ചെയ്യും? മുന്തിക്കും. പിന്നെ അത് കഴിഞ്ഞ് ബുഖാരി ഇമാമ് പിന്നെ അഫ്രാദുൽ ബുഖാരി അതിനെ മുന്തിക്കും. പിന്നെ അത് കഴിഞ്ഞാണ് അഫ്രാദ് മുസ്ലിം റഹ്മത്തുള്ളാഹിന്റെ അഫ്രാദ്. ഇങ്ങനെ ഇത് ഈ പറഞ്ഞ മർത്തബയ്ക്കനുസരിച്ച് അതിനെ നീ ഖിയാസാക്കിക്കോ. ഇനി വൽ മർത്തബത്തുൽ ഊല, ഇപ്പൊ ഇവിടെ 1-ാം മർത്തബ പറഞ്ഞത്, ആ മർത്തബ ഈ അല്ലത്തി അത്ലഖ അലൈഹി ബഅദുൽ അഇമ്മത്തി അന്നഹ അസഹുൽ അസാനീദ്, അസഹുൽ അസാനീദ് എന്ന് ബഅദുൽ അഇമ്മത്ത് പറഞ്ഞ സനദാണല്ലോ 1-ാം മർത്തബയിലുള്ളത്. ആ 1-ാം മർത്തബയിലുള്ള അത് വൽ മുഅ്തമദ് അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദമുൽ ഇത്ലാഖി ലി തർജുമത്തിൻ മുഅയ്യനത്തിൻ മിൻഹ, ആ സനദിന്റെ തർജുമകളിൽ നിന്നുള്ള ഒരു മുഅയ്യനായ തർജുമയുടെ മേൽ ഇത്ലാഖാക്കി പറയാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോ ആ സനദിലുള്ള ഒരു പിന്നെ റാവിയിലേക്ക് നോക്കിയിട്ടാണ് അത് അസഹുൽ അസാനീദായത് എന്ന് പിന്നെ മുഅയ്യനായ ഒരു തർജിമയിലേക്ക് നോക്കിയിട്ട് പറയാൻ പറ്റില്ല എന്നതാണ് മുഅ്തമദ്. മറിച്ച് എന്ത് ചെയ്യാം? അല്ല, മുഅയ്യനായ ഒരു വ്യക്തിയിലേക്കല്ല, മുഅയ്യനായ ഒരു സനദിൽ ഇന്ന സനദാണ്, ആ സനദ് പിന്നെ അസഹുൽ അസാനീദാണ്, അത് മുഴുവനും ആ സനദിലുള്ള റാവികൾ മുഴുവനും പിന്നെ ലേക്ക് നോക്കിയിട്ട് ആ സിൽസില മുഴുവനും അസഹുൽ അസാനീദാണ് എന്ന് പറയാൻ പറ്റൂല എന്നതാണ് മുഅ്തമദ്. അപ്പോ പിന്നെ എങ്ങനെ പറയാം? അതാ അവിടെ നുഖ്തത്തുൽ പറയണ അൽ മുഅ്തമദു ഇൻദൽ മുതഅഖിറിൽ മുഹദ്ദിസീന, മുതഅഖിരീങ്ങളായ മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ മുഅ്തമദ് അല്ലാ യുഹ്കമ ലി തർജിമത്തിൻ മുഅയ്യനത്തിൻ, മുഅയ്യനായ ഒരു തർജിമയ്ക്ക് അത് ഹുക്ം ചെയ്യപ്പെടാതിരിക്കലാണ് അസഹുൽ അസാനീദ് എന്ന്. ഐ സിൽസിലത്തി സനദിൻ മുഅയ്യനത്തിൻ, മുഅയ്യനായ ഒരു സനദിന്റെ സിൽസിലയ്ക്ക് അങ്ങനെ ഹുക്ം ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് മുഅ്തമദ്. എന്ത് ഹുക്ം ചെയ്യുക? അന്നഹ അസഹുൽ അസാനീദി കുല്ലുഹ, അത് മുഴുവനും അസഹുൽ അസാനീദാണ് എന്ന്. കാരണം അന്നഹു യഅ്സു വുജൂദു അഅലാ ദറജാത്തിൽ ഖബൂലി ഫീ കുല്ലി വാഹിദിൻ മിൻ റിജാലി സനദിൽ വാഹിദി. എന്താ, ഒരു സനദിന്റെ റിജാലുകളിൽ നിന്ന് ഓരോരുത്തരിലും ഖബൂലിയത്തിന്റെ ദറജ, ആ ഖബൂലിയത്തിന്റെ അഅലാ ദറജ എന്താകും? കുറവാ. ഓരോരുത്തരിലും ഈ പറഞ്ഞ പോലെ അഅലാ ദറജ ഉണ്ടായിക്കണമെന്നില്ല, അത് ഖലീലാവും. അപ്പോൾ യതഅദറു ഇൽമുഹു, അതിനെ മനസ്സിലാക്കലും പ്രയാസകരമാണ്. ഇതുകൊണ്ടാണ് ലിദാലിക അഖദൽ മുതഅഖിറൂന ബിൽ ഇഹ്തിയാത്തി, ഇവര് ഇഹ്തിയാത്ത് കൊണ്ട് മുതഅഖിരീങ്ങളെ പിടിച്ച്, എന്നിട്ട് ഹക്കമു, അവർ ഹുക്ം ചെയ്തു ബി അസഹിയ്യത്തിൽ അസാനീദി, അസഹിയ്യത്തിൽ അസാനീദ്, അസഹുൽ അസാനീദ് കൊണ്ട് ഒരു ഹുക്ം ചെയ്തു ബിൻ നിസ്ബത്തിൽ ബലദിൻ മുഅയ്യനിൻ, ഒരു മുഅയ്യനായ ബലദിലേക്ക് ചേർത്തുകൊണ്ട്, ഔ സഹാബിയിൻ മുഅയ്യനിൻ, അല്ലെങ്കിൽ മുഅയ്യനായ സഹാബിയിലേക്ക് ചേർത്തിട്ട്, ഔ റാവിൻ മുഅയ്യനിൻ, അല്ലെങ്കിൽ മുഅയ്യനായ റാവിയിലേക്ക് ചേർത്തിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? അസഹുൽ അസാനീദ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത്.
അപ്പോൾ അലൽ ഇത്ലാഖ് എന്താണ്? ഒരു മുഅയ്യനായ സനദിന് അസഹിൽ അസാനീദ് എന്ന് അതിന് മൊത്തത്തിൽ ആ സിൽസിലയ്ക്ക് മൊത്തത്തിൽ പറയില്ല, ഹുക്മ് ചെയ്യില്ല എന്നതാണ് മുഅ്തമദ് എന്നപ്പം പറഞ്ഞത്. എങ്കിലും നഅം ഉണ്ടോ, നഅം യുസ്തഫാദു മിൻ മജ്മൂഇ മാ അത്ലഖൽ അഇമ്മത്തു അലൈഹി. പിന്നെ അഇമ്മത്ത് അസഹുൽ അസാനീദ് എന്ന് ഇത്ലാഖാക്കി പറഞ്ഞ ഒന്നിന്റെ മജ്മൂഇൽ നിന്ന് പിന്നെ പിടിച്ചെടുക്കപ്പെടും. എന്തിനെ പിടിച്ചെടുക്കപ്പെടും? അർജഹിയത്തഹു, ആ പറഞ്ഞത് റാജിഹാണ്. അസഹുൽ അസാനീദ് എന്ന് പറഞ്ഞ ഹദീസ് എന്താണ്? ഏറ്റവും അർജഹായതാണ്. അലാമാലം യുത്ലിഖുഹു, അങ്ങനെ അവർ ഇത്ലാഖാക്കാത്തതിനേക്കാളും ഇത് ഏറ്റവും അർജഹാണ് എന്ന് എന്ത് ചെയ്യാം? പിന്നെ ഫായിദ. വയൽതഹിഖു ബിഹാദ തഫാഉലി, ഈ പറഞ്ഞ ഏറ്റവ്യത്യാസത്തോട് ചേരും. ഒന്ന് ഇത്തഫഖ ഷെയ്ഖാനി ഇത്തിഫാഖായ ഒന്ന്, അലാ തഖ്രീജി, ഹദീസിനെ പുറപ്പെടുവിക്കുന്നതിൽ ഷെയ്ഖാനി ബുഖാരിയും മുസ്ലിമും അവർ ഇത്തിഫാഖായതായ ഒന്ന് ഇതിനോട് ചേരും. ബിൻ നിസ്ബത്തി ഇലാ മൻഫറദ ബിഹി അഹദുഹുമാ, രണ്ടാലൊരാൾ ഇൻഫിറാദായ ഒന്നിലേക്ക് നിസ്ബയ്യൽ കൊണ്ടുള്ള തഫാദുല്, ആ തഫാദുല് ഇതിലേക്ക് ചേരും. അതുപോലെ ഒമൻ ഫർദ ബിഹിൽ ബുഖാരിയു, ബുഖാരി ഇമാം ഇൻഫിറാദ് തനിച്ചതായ ഒന്ന്. ബിൻ നിസ്ബത്തി ഇലാ മൻ ഫർദ ബിഹി മുസ്ലിമൻ, മുസ്ലിം റഹ്മഹുല്ല തരിച്ചതായ ഒന്നിലേക്ക് നിസ്ബയ്യൽ കൊണ്ട് ബുഖാരി ഇമാം ഇൻഫിറാദായ ഒന്നിനെ ഇതിലേക്ക് ചേർക്കും. കാരണം ഇത്തിഫാഖിൽ ഉലമായി ബഅദഹുമ, ബുഖാരി ഇമാമിനും മുസ്ലിം ഇമാമിനും ശേഷമുള്ള ഉലമാക്കളൊക്കെ ഇത്തിഫാഖായതിന് വേണ്ടി അലാ തലഖി കിതാബൈഹിമ ബിൽ ഖബൂലി, ഖബൂൽ കൊണ്ട് അവർ രണ്ടുപേരുടെയും കിതാബിനെ ഏറ്റെടുക്കുന്നതിൽ ഇത്തിഫാഖായതിന് വേണ്ടിയിട്ട് അവരുടെ സനദുകളെയും ഈ പറഞ്ഞ റുത്തബയിലേക്ക് ചേർക്കുന്നതാണ്. അത് മാത്രമല്ല വഹലി ഇഖ്തിലാഫി ബഅദിഹിം, അതുപോലെ തന്നെ ആ ഉലമാക്കളിൽ നിന്ന് ബഅദ് ഇഖ്തിലാഫ് ആയതിനു വേണ്ടിയും ഫീ അയ്യിഹിമ അർജഹു, അവരിൽ രണ്ടിൽ ഏതാണ് ഏറ്റവും അർജഹായി എന്നതിൽ ഇഖ്തിലാഫ് ആയതിനു വേണ്ടിയും. അപ്പോ ഫമത്തഫഖ അലൈഹി, അപ്പോൾ രണ്ടുപേരും ഇത്തിഫാഖായതായ ഒന്ന് അർജഹു മിൻ ആദിൽ ഐസിയത്തി, ഈ ഉലമാക്കൾ ഏറ്റെടുത്തു എന്ന ഐസിയത്തിലൂടെ നോക്കുമ്പോൾ രണ്ടുപേരും ഇത്തിഫാഖായതാണ് ഏറ്റവും അർജഹായ സനദ്. മിമാലം യത്തഫിഖ, അവർ രണ്ടുപേരും ഇത്തിഫാഖാകാത്തതിനേക്കാളും അർജഹ് അതിനാണ്. ഇനി വഖദ് സറഹൽ ജുംഹൂറു ബി തഖ്ദീമി സഹീൽ ബുഖാരി ഫി സിഹത്തി, ഇനി സഹീൽ ബുഖാരിയെ മുന്തിക്കണ്ടേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് അത് പിന്നെ ഇൻഷാ അല്ലാഹ്.